അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ഏത്തപ്പഴവും 2 മുട്ടയും വെച്ചിട്ട് എങ്ങനെ ഒരു ഈവനിങ് സ്നാക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചായയുടെ കൂടെ ചായ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ആസിഫ് ആക്കിഫ് ഫൺവേൾഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നെടുകെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പഴം തന്നെ 4 സെക്ഷനായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പഴം 8 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 8 സെക്ഷനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 മുട്ടയാണ് ഞാൻ ഇപ്പോൾ 2 പഴത്തിന് എടുക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന എണ്ണ ഏതെങ്കിലും എടുക്കാം. നെയ്യ് നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പഴം തന്നെ 4 സെക്ഷനായിട്ട് മുറിച്ചെടുത്തില്ലേ, അത് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ പഴം പെട്ടെന്ന് വാടി കിട്ടും. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറുഭാഗം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ 2 ഭാഗവും നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ 2ാമത്തെ പഴം ഇട്ട് കൊടുക്കുകയാണ്. 2ാമത്തെ പഴത്തിൽ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ നല്ലതുപോലെ വാട്ടിയെടുക്കുക. ആദ്യത്തെ ഒരു ഭാഗം നല്ലതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കുക. നല്ലതുപോലെ വാടി വന്നതിന് ശേഷം നമുക്കത് നെയ്യിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് കണ്ടില്ലേ, നല്ലതുപോലെ എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കാഷ്നട്ടും ബദാമും കടലയും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും. കാഷ്നട്ട് മാത്രമായാലും മതി, ബദാമും ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തും ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പം ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ മൂത്ത് വരണം, എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്നാക്കിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ. കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനത് നെയ്യിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ അതൊന്ന് അടിച്ചെടുത്തിട്ട് വരിക. അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം ഒരു നുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരിക. ഞാനിപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആ ചട്ടിയെ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മിക്സ്, അടിച്ചു വെച്ച മിക്സ് അതിലേക്ക് പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം പകുതിയോളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം വളരെ ലോ ആയിട്ട് വേണം വെക്കാൻ. വളരെ ലോ ആയിട്ട് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ലോ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത്തപ്പഴം നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത് ഒരു സെക്ഷൻ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ കാഷ്നട്ടും ബദാമും കടലയും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഇടഭാഗത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക. ചുറ്റിനും ഒഴിച്ച് ആ പഴത്തിന്റെ മേളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാം നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഏത്തപ്പഴത്തിന് 2 മുട്ട എന്ന കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മിക്സ് അതിലേക്ക് നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ രണ്ടാമത്തെ പഴത്തിന്റെ സെക്ഷൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അതിന്റെ മേളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കാഷ്നട്ടും ബദാമും കടലയും എല്ലാം ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഇച്ചിരി എള്ളും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ സ്നാക്ക് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. 4 മിനിറ്റ് കഴിഞ്ഞു. ഞാനിവിടെ തുറന്ന് നോക്കുകയാണ്. ദേ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ സ്നാക്ക്. ഇനി നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.